ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചു തന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്തത്? അല്ല, സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇപ്പൊ പോയട്ടോ, കരണക്കടിപ്പിച്ച് പോയി, ആള് പോയി. പിന്നെ അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, 1 മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ പി രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി വിചാരിച്ചു വളരെ നിസ്സാരമല്ല, പൈസ മുടക്കാൻ വേണ്ടി വന്നേന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരില്ല കേട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിയിട്ട് എന്താണ് കേരളത്തിൽ 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു തന്നു. അയാൾ അന്വേഷിച്ച് ചെന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ, അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയാണ്, മൂലമറ്റത്തിലുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കരുങ്ങൻകുളത്തുനിന്ന് മറ്റേ താപനിലയിൽ നിന്ന് വൈദ്യുതി വന്നല്ല ഇയാളുടെ ഇത് ഭ്രാന്തി മാറുമെന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തവണ